ഓം സായിറാം. എല്ലാവർക്കും സായി കൃപാവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഓരോ പ്രോബ്ലംസിനും നമ്മുടെ ഓരോരോ പ്രശ്നങ്ങൾക്കും ബാബ നമുക്ക് നൽകുന്ന ഒരു പരിഹാരമെന്ന് പറയുന്നത് പല രീതിയിലായിരിക്കാം. ചിലർക്ക് അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ബാബ അതിനുള്ള സൊല്യൂഷൻ ഒരു സ്വപ്നത്തിലൂടെ ആയിരിക്കും അതിനുള്ളൊരു പരിഹാരം കൊടുക്കുന്നത്. ചിലർക്ക് അവരാവശ്യപ്പെടുന്ന ഒരു രീതിയിലുള്ള ഒരു സഹായമായിട്ടായിരിക്കാം അത് ആരെങ്കിലും അവരുടെ ക്ലോസ് റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിലൂടെ ആയിരിക്കാം അവർക്ക് അതിനുള്ളൊരു പരിഹാരം ലഭിക്കുന്നത്. ചിലർക്ക് ചില തോന്നലുകൾ പോലും ബാബ കൊടുക്കുന്ന ചില തോന്നലുകൾ പോലും ചിലർക്ക് പരിഹാരമാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വിശ്വാസം അനുസരിച്ചിരിക്കും. നമ്മൾ എത്രത്തോളം ബാബയിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുവോ അത്രത്തോളം ബാബ നമുക്ക് നൽകുന്ന ഓരോ സൂചനകളെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിന് ഒരു ഉദാഹരണമായിട്ട് ബാബയുടെ മഹാസമാധിക്ക് മുൻപ് ഗിരിധർ എന്ന് പറയുന്ന ഒരു ബാബ ഡിവോട്ടിയുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഗിരിധർ എന്ന് പറയുന്ന ഡിവോട്ടി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ ഫുൾ കുടുംബവും ബാബയിൽ വളരെ ഒരു ആത്മാർത്ഥ ഭക്തിയായിരുന്നു അവർക്ക് ബാബയോട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് അവരുടെ കുടുംബത്തിൽ പ്ലേഗ് എന്ന രോഗം ഇങ്ങനെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയം. പക്ഷെ അതിൽ അവരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് അവരുടെ ഉറ്റ ബന്ധുക്കളായ കുറേ പേരെ നഷ്ടപ്പെട്ടു ആ പ്ലേഗ് എന്ന രോഗത്തിനാൽ. അതിൽ അവസാനമായി ഗിരിധരന് നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അമ്മയുടെ മരണമായിരുന്നു. അപ്പോൾ ഇതുകൂടെ ആയപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്തൊരു വിഷമവും വല്ലാത്തൊരു ഭയവും വന്നു. കാരണം പ്ലേഗ് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു, തൻ്റെ കുടുംബത്തിൽ തൻ്റെ കൂടെ നിന്ന മിക്കവരുടെയും മരണം സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തത് എന്താണ് എന്നുള്ളൊരു ഭയവും ഈ ഒരു രോഗം എങ്ങനെയാണ് ശമിക്കുന്നതെന്നും അറിയാത്തൊരു രീതിയിൽ അദ്ദേഹം വളരെ ബുദ്ധിമുട്ടുകയും ശേഷം അദ്ദേഹം ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് അല്ലെങ്കിൽ തൻ്റെ മനസ്സിനൊരു സമാധാനം ലഭിക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം തൻ്റെ മകനെയും കൂട്ടി ഷിരഡിയിലേക്ക് പോവുകയാണ്. ഗിരിധറിൻ്റെ കുടുംബത്തിൽ ഗിരിധറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു മകനുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ തീരെ കുഞ്ഞു കുട്ടിയാണ്. അപ്പോൾ ആ കുഞ്ഞിനെയും കൊണ്ട് അദ്ദേഹം ഷിരഡിയിലേക്ക് പോകുന്നു. ദ്വാരകാമായി മസ്ജിദിൽ പോയി ബാബയെ കാണുന്നു. കണ്ട ഉടനെ തന്നെ ഗിരിധർ ബാബയുടെ മുമ്പിൽ സാഷ്ടാംഗ നമസ്കാരം ചെയ്തതിന് ശേഷം ദ്വാരകാമായി മസ്ജിദിൻ്റെ ഒരു കോണിൽ ഇങ്ങനെ മകനുമൊത്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ കണ്ണുകൾ അടച്ച് ബാബ വേറെ ഭക്തന്മാർക്ക് ബുദ്ധി കൊടുക്കുകയും ഉപദേശം കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അദ്ദേഹം ആ ഒരു കോണിലിരുന്ന് കണ്ണുകൾ അടച്ച് മനസ്സിൽ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന പോലെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെയാണ്, പ്ലേഗ് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ഉറ്റ ബന്ധുക്കളെല്ലാം മരണപ്പെട്ടിരിക്കുന്നു, അപ്പോൾ ഇതെനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് ബാബ. അതുപോലെ തന്നെ അദ്ദേഹം പറയുകയാണ്, എനിക്കിപ്പോൾ എൻ്റെ കുടുംബത്തിനെ ആലോചിച്ചും വല്ലാത്ത ഒരു വിഷമമാണ് എൻ്റെ മനസ്സിൽ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കുഞ്ഞിൻ്റെ മുഖം മനസ്സിൽ ഓർമ്മ വരികയാണ്. ഉടനെ അദ്ദേഹം തൻ്റെ മകനോട് പറയുകയാണ്, നീ ഇപ്പോൾ ഇവിടെ വച്ച് സാഷ്ടാംഗ നമസ്കാരം ചെയ്യുക ബാബയുടെ മുന്നിൽ എന്ന് പറയുന്ന സമയത്ത് കുഞ്ഞു കുട്ടിയാണ്, കുട്ടിക്ക് എന്താണതെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ കുഞ്ഞു ചോദിക്കുകയാണ്, എന്താണ് സാഷ്ടാംഗ നമസ്കാരം എന്ന് ചോദിക്കുന്ന സമയത്ത് ഗിരിധർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ കിടന്ന് നമസ്കരിക്കുക, ഒപ്പം നമസ്കരിക്കുന്ന സമയത്ത് നിൻ്റെ മനസ്സിൽ കൊടുക്കേണ്ട ചിന്ത എന്ന് പറയുന്നത് ബാബ ഞാൻ എന്നെ തന്നെ ബാബയിൽ അർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് നീ നമസ്കരിക്കണം എന്ന് പറയുകയാണ്. കുഞ്ഞും അതുപോലെ ചെയ്യുകയാണ്. അപ്പോൾ കുഞ്ഞ് നമസ്കരിക്കുന്ന സമയത്ത് ഗിരിധർ മനസ്സിൽ പ്രാർത്ഥിക്കുന്നത്, ബാബ ഇത് എൻ്റെ കുഞ്ഞെന്നതിലധികം ബാബയുടെ മകനായിട്ട് ബാബ ഇന്നു മുതൽ ഇവനെ കണക്കാക്കണം, മകനെ പോലെയല്ല സ്വന്തം മകനായിട്ട് എന്നെ എൻ്റെ കുഞ്ഞിനെ ബാബ ഇന്നു മുതൽ ഏറ്റെടുക്കണമേ എന്ന് പറഞ്ഞ് തിരിച്ച് മസ്ജിദിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ബാബയുടെ അനുവാദം ചോദിക്കുകയും ബാബ ഉതി കൊടുത്ത് അവരെ അനുഗ്രഹിച്ച് പറഞ്ഞു വിടുകയുമാണ് ചെയ്യുന്നത്. അദ്ദേഹം വീട്ടിൽ വരുന്ന സമയത്ത് കുറച്ച് മനസ്സിന് ആശ്വാസമുണ്ട്. പക്ഷേ അധികം വൈകാതെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും പ്ലേഗ് എന്ന അസുഖം വരികയാണ്. ഇതുകൂടായപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്തൊരു ഭയം മനസ്സിലുണ്ട്. പക്ഷേ എവിടെയോ അദ്ദേഹത്തിനൊരു മനസ്സിനൊരു ബലം, കാരണം ഞാൻ ബാബയെ കണ്ടിട്ടാണ് വരുന്നത്, എൻ്റെ കുടുംബത്തെ ഞാൻ ബാബയിൽ അർപ്പിച്ചിട്ടാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ഈ ഒരു അസുഖത്തിന് ഉറപ്പായിട്ടും ഒരു ശമനം ഉണ്ടാകും എന്നുള്ളൊരു ധൈര്യം അദ്ദേഹത്തിന് മനസ്സിലുണ്ട്. അങ്ങനെ ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ കുറേ ദിവസം ഒരു 3-4 ദിവസം മരുന്ന് കൊടുക്കുകയും ഡോക്ടർ എന്നും പറയുന്നത് സാരമില്ല, ഇത് മാറും, അധികം വൈകാതെ ഈ ഒരു അസുഖം മാറും എന്ന് പറയുകയും, പക്ഷേ ഗിരിധറിൻ്റെ കുടുംബത്തിലുള്ള ബാക്കിയുള്ള എല്ലാവർക്കും ഗിരിധറിൻ്റെ സഹോദരി അവർ തൊട്ടടുത്തായിരുന്നു താമസം. അപ്പം അവർ ഇവിടെ വരുമ്പോഴൊക്കെ അവരുടെ ആ ഒരു ഭയം ഗിരിധരനെ അറിയിക്കുന്നുണ്ട്, ഇനി എന്താണ് നമ്മൾ ചെയ്യുന്നത്, കാരണം ഒരുപാട് പേര് മരണപ്പെട്ടു അവരുടെ കുടുംബത്തിൽ തന്നെ. അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടുന്നു. അപ്പോൾ അങ്ങനെ കുറേ ദിവസങ്ങൾ കടന്നുപോയി. ഭാര്യയുടെ അസുഖത്തിന് ഒരു മാറ്റവും വരുന്നില്ല.
അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാവിലെ ഗിരിധറിൻ്റെ സഹോദരി ഓടി വരികയാണ് ഗിരിധറിൻ്റെ വീട്ടിലോട്ട്. എന്നിട്ട് പറയുകയാണ്, ഇനി നമുക്ക് ഭയപ്പെടാനൊന്നുമില്ല. കാരണം ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഞാൻ കാണുന്നത് ബാബ എൻ്റെ വീട്ടിലേക്ക് വരികയും എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് പറയുകയാണ്, നീ നിൻ്റെ സാരിയുടെ തുമ്പില്ലേ അതൊന്ന് എൻ്റെ നേർക്ക് നീട്ടി കാണിക്കൂ എന്ന് പറയുകയും ഞാൻ അതുപോലെ ചെയ്യുന്ന സമയത്ത് എൻ്റെ സാരിയിലേക്ക് ബാബ കുറേ മഞ്ഞൾപ്പൊടി വിതറുന്നതുമായിട്ടാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അപ്പോൾ ഈ മഞ്ഞൾ എന്ന് പറയുന്നത് എപ്പോഴും നല്ല കാര്യത്തിൻ്റെ സൂചനയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അവരുടെ കുടുംബത്തിൽ ഒരാൾക്ക് ബാബ വന്ന് ഇങ്ങനെ മഞ്ഞൾപ്പൊടി വിതറുന്ന സമയത്ത് ഗിരിധറിൻ്റെ സഹോദരി പറയുന്നത്, ഉറപ്പായിട്ടും നമ്മുടെ കുടുംബത്തിലൊരു നല്ല കാര്യം സംഭവിക്കും. ഇപ്പോൾ നമുക്ക് എന്താണ് ആവശ്യം? ഈ പ്ലേഗ് എന്നുള്ള അസുഖം നമ്മുടെ ഇപ്പോൾ ഗിരിധറിൻ്റെ വൈഫിനും മാറിക്കിട്ടണം. ഒപ്പം നമ്മുടെ കുടുംബത്തിനെ അലട്ടുന്ന ഈ ഒരു പ്ലേഗ് എന്ന് പറയുന്ന അസുഖം നമ്മുടെ കുടുംബത്തിൽ നിന്നും തന്നെ മാറിപ്പോകണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായ ആവശ്യമല്ലേ. അതുകൊണ്ട് തന്നെയാണ് അത് നല്ല രീതിയിൽ അവസാനിക്കും എന്നുള്ളതിൻ്റെ സൂചനയാണ് ബാബ നമുക്ക് നൽകുന്നത് എന്ന് പറയുമ്പോൾ ഇത് കേട്ട് ഗിരിധറും വൈഫും ഒക്കെ വളരെ സന്തോഷിക്കുകയാണ്. കാരണം ബാബ തന്നെ സ്വപ്നത്തിൽ വന്ന് ഒരു സൂചന കൊടുക്കുകയാണ്. അപ്പോൾ എന്തായാലും അതിനുള്ളൊരു ഫലം ഉണ്ടാകും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലിരിക്കുകയും അങ്ങനെ നാൾക്ക് നാൾ അവരുടെ ആ ഒരു അസുഖം ഗിരിധറിൻ്റെ വൈഫിൻ്റെ അസുഖം മാറുകയും ഒപ്പം അവരുടെ കുടുംബത്തിൽ അന്ന് മുതൽ ആ പ്ലേഗ് എന്ന രോഗം ശമിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഗിരിധറിൻ്റെ കുടുംബത്തിൽ മാത്രമാണോ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാലല്ല. നമുക്ക് ആത്മാർത്ഥമായ വിശ്വാസം ബാബയിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കും ഏതൊരു സാഹചര്യത്തിലും ബാബ വേണ്ടുന്ന സൂചനകൾ നമുക്ക് നൽകും. പക്ഷേ നമ്മൾ എപ്പോഴാണോ അതിലൊരു സംശയം പ്രകടിപ്പിക്കുന്നത് ആ സമയത്തും ബാബയുടെ ഒരു കരുതലും സൊല്യൂഷനും ഒക്കെ നമ്മളോടൊപ്പം ഉണ്ടാകും. പക്ഷേ നമ്മുടെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല ബാബ നൽകുന്ന സൂചനകൾ. അതുകൊണ്ടാണ് മനസ്സിൽ എപ്പോഴും ആത്മാർത്ഥമായിട്ടുള്ള ബാബയോടുള്ള അടിയുറച്ച വിശ്വാസം കൊണ്ടുവരണം എന്ന് പറയാൻ കാരണം എത്ര തന്നെ സിറ്റുവേഷൻസ് മോശമായിരുന്നാൽ പോലും അതിൽ നമുക്ക് വേണ്ടുന്ന സമയത്ത് ബാബയുടെ ഒരു പരിഹാരം നമ്മളെ തേടിയെത്തിയിരിക്കും. അത് ഏത് രൂപത്തിൽ, കാരണം ചിലർ വിചാരിക്കും ഒരുപാട് പേര് സ്വപ്നദർശനമാണ് സൂചന എന്ന് പറയാറുണ്ട്. എനിക്ക് ഇതുവരേക്കും അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. നമുക്ക് ചിലപ്പോൾ സ്വപ്നത്തിലായിരിക്കില്ല ബാബ നമുക്കൊരു സൂചന നൽകുന്നത്, വേറെ പല മാർഗങ്ങളിലൂടെ ആയിരിക്കും. ചിലപ്പോൾ ചിലർ നൽകുന്ന ഒരു ഉപദേശം, ചിലർ നൽകുന്ന ഒരു നമുക്ക് പറയില്ല, ചിലർ ആ സമയത്ത് നമുക്കൊരു പോംവഴി എന്നോണം നമുക്ക് ഉപദേശിക്കുന്ന ചില കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ ബാബ പറയുന്നതായിട്ട് തന്നെ കണക്കാക്കി എടുക്കുക. അതിലൂടെ നമ്മൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം ബാബയിൽ എപ്പോഴും അടിയുറച്ച വിശ്വാസം കൊണ്ടുവരിക. അത് മാത്രം മതി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധി ഘട്ടവും നമുക്ക് മറികടന്നു പോകാൻ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ബാബയുടെ എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ. ഓം സായിറാം.